നഗര കേന്ദ്രീകൃതമാകില്ല ഇനി കേരളത്തിൽ വികസനം. കേരളത്തിൽ സിലിക്കൺ വാലി മോഡൽ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റുമായി ടാൽഡ്രോപ്പ്. നഗരങ്ങളുടേതിന് സമാനമായി എന്നാൽ ഗ്രാമങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാതെ എല്ലാ ജീവിത സൗകര്യങ്ങളും കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുകയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റിലൂടെ ടാൽഡ്രോപ്പ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയം പ്രായോഗിക തലത്തിലെത്തിക്കുന്നതിന് 1064 വില്ലേജ് പാർക്കുകളാണ് ടാൽഡ്രോപ്പ് കേരളത്തിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് എന്ന ആശയം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് ടാൽഡ്രോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ് സീരീസിലെ കാസർഗോഡ് നടന്ന കോൺഫറൻസ് മികച്ച പിന്തുണയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിനും വില്ലേജ് പാർക്കിനും നൽകിയത്. കൊച്ചിയിലേതിന് സമാനമായ വികസനം കേരളത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക എന്നത് സാധ്യമാണോ? അസാധ്യമല്ലെന്ന് പറയാമെങ്കിലും അതിന് പ്രവചിക്കാൻ പോലും കഴിയാത്തത്ര കാലമെടുത്തേക്കാമെന്ന് നിസ്സംശയം പറയാം. എന്നാൽ വികസനം കൊണ്ട് കൊച്ചിക്കുണ്ടായ ജീവിത സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞാലോ? ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റ്. കേരളത്തിലെ വികസിത നഗരങ്ങളിലേതു മാത്രമല്ല, ലോകരാജ്യങ്ങളിലെ ജീവിത സൗകര്യങ്ങൾ വരെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നാൽ വികസനം കൊണ്ടുണ്ടാവുന്ന മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം പോലുള്ള ദുരിതങ്ങൾ ഗ്രാമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുമില്ല. ഈ ആശയം പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ടാൽഡ്രോപ്പിന്റെ 1064 വില്ലേജ് പാർക്കുകൾ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തെയും വില്ലേജ് പാർക്കിനെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ടാൽഡ്രോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ് സീരീസ് സംഘടിപ്പിച്ചു വരികയാണ്. സജീവ ചർച്ചകളാലും പിന്തുണ കൊണ്ടും സമ്പന്നമായിരുന്നു ഇതിന്റെ ഭാഗമായി ബേക്കൽ ലളിത് റിസോർട്ടിൽ നടന്ന കാസർഗോഡ് പാർലമെന്ററി തല വില്ലേജ് പാർക്ക് സ്പേസ് കോൺഫറൻസ്. ടാൽഡ്രോപ്പ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന സിലിക്കൺ വാലി മോഡൽ കേരളത്തെയും ഗ്രാമങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ, ഗ്രാമങ്ങളുടെ ആത്മാവ് IT-യിൽ പാനൽ ഡിസ്കഷനിൽ സിനിമാ താരവും പ്രശസ്ത അവതാരകയുമായ ഡയാന ഹമീദ് മോഡറേറ്ററായി. ഈ ഒരു ആശയത്തെ പിന്തുണയ്ക്കേണ്ടത് ഒരു മാധ്യമ സ്ഥാപനമെന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വമായാണ് റിപ്പോർട്ടർ TV കാണുന്നതെന്ന് പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ട് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ പറഞ്ഞു. ഗ്രാമങ്ങൾക്ക് നമ്മൾ എന്തുകൊണ്ട് കൈ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ എത്തിക്കുക വളരെ ആവശ്യമാണ്. ഇപ്പം നിങ്ങളിവിടെ എത്തിയത് തന്നെ ഒരു പക്ഷേ ഞങ്ങളിത് ഏറ്റെടുത്തത് കൊണ്ടും കൂടെ ഞങ്ങളുടെ വിശ്വാസം കൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനൊരു സംരംഭം അതിൻ്റെ പ്രത്യേകതകൾ അറിയുക, അതിൻ്റെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുക, അത് നമ്മുടെ നാടിന് പ്രയോജനപ്പെടുത്തുക, അവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുക, അവർ കുറച്ചുകൂടെ അവർക്ക് അതിന് അറിയാനുള്ള സ്പേസ് എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. കേരളത്തിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലഭ്യമാവുന്ന വികസന നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളായി കേരള ഗ്രാമങ്ങളെ മാറ്റിയെടുക്കുന്നതിനുള്ള കണക്റ്റിംഗ് പോയിന്റായാണ് വില്ലേജ് പാർക്കുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പാനൽ ഡിസ്കഷനിൽ സംസാരിച്ച ടാൽഡ്രോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. ഇപ്പം കാസർഗോഡ് എല്ലാ ഭാഗങ്ങളിലായിട്ട് നമ്മുടെ വില്ലേജ് പാർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വില്ലേജ് പാർക്ക് പ്രൊജക്റ്റും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടെ ഇപ്പോൾ ഈ 10 വർഷമാണ്, ഇനി 5 വർഷമാണ് നമ്മുടെ മുമ്പിലുള്ള, ഇതും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി 2030 നമ്മുടെ സിലിക്കൺ വാലി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ നാടും എന്താണ് കാലിഫോർണിയ പോലെ മാറും തീർച്ചയായും. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ചടങ്ങിന് ആശംസകൾ നേർന്നു. 100 കണക്കിന് ബിൽഡിംഗ് ഓണേഴ്സ് ഉൾപ്പെടെ അനവധി പേർ പങ്കെടുത്ത കോൺഫറൻസ് ശക്തമായ പിന്തുണയാണ് ടാൽഡ്രോപ്പിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിനും വില്ലേജ് പാർക്കിനും നൽകിയത്. ഓരോ കാറ്റഗറികളായിട്ടാണ് ആക്ച്വലി ടാൽഡ്രോപ്പിന്റെ സ്റ്റാർട്ടപ്പ്. ടോട്ടൽ നമ്മുടെ സ്റ്റാർട്ടപ്പാണ് 140 സ്റ്റാർട്ടപ്പുകളാണ്. റിപ്പോർട്ട് കാസർഗോഡ്.